സുവിശേഷൻ ജോൺ കുര്യൻ കോട്ടയം എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്ന പുസ്തകത്തിലെ 23, 24 അധ്യായങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേൾക്കുന്നത്. പ്രാരംഭമായിട്ട് ഒരു ദൈവവേദൽ പാതി നന്മയോ പൂർണ്ണ നന്മയോ ആഗ്രഹിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാം. വളരെ വലിയ വില കൊടുത്ത് സാധിക്കേണ്ട ഒന്നാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം. അനേകരും ക്രിസ്തീയ ജീവിതം വിജയകരമായി നയിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ വില കൊടുക്കാൻ അവർ തയ്യാറല്ല. അതിനാൽ അവർ ഇത് കഠിനവാക്കെന്ന് കർത്താവിൻ്റെ കൽപ്പനകളെപ്പറ്റി പറഞ്ഞ് പിന്മാറി താണതരം ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. നമ്മുടെ കർത്താവ് തന്നെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിലയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ലൂക്കോസ് 14:33. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. മർക്കോസ് 8:34. എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. മത്തായി 10:37. തന്നെ അനുഗമിക്കുന്ന തൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ കൊടുക്കേണ്ട വലിയ വില കർത്താവ് ഈ ഭാഗങ്ങളിലെല്ലാം സ്പഷ്ടമാക്കുകയാണ്. സ്വയത്തിന് മരിച്ചവർ, തന്നെ പിൻപറ്റുന്നവർ തന്നെത്താൻ ത്യജിക്കണം. സ്വയത്തിന് മരിച്ചവരായിരിക്കണം അവർ. സ്വന്തം ഇഷ്ടങ്ങൾക്കും പദ്ധതികൾക്കും സ്വന്തം പേരിനും പെരുമയ്ക്കും ഒക്കെ മരിച്ചവർ. ദൈവേഷ്ടം മാത്രം ജീവിതത്തിൽ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നവർ. തന്നെത്താൻ പ്രസാദിപ്പിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്നവർ. തൻ്റെ അനുഗാമികൾ ക്രൂശ് എടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ക്രൂശ് മരണത്തിൻ്റെ ചിത്രമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്ന് ഓരോ വിഷയത്തെ സംബന്ധിച്ചും എണ്ണി ജീവിക്കുന്നവരാകണം. കർത്താവിൻ്റെ നാമനിമിത്തം നാം അനുഭവിക്കുവാൻ ആവശ്യം വരുന്ന അപമാനത്തെയും നിന്ദയെയും കൂടെ ക്രൂശ് കാണിക്കുന്നു. ആ നിന്ദ വഹിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം നാം. മൂന്നാമതായി, അവൻ്റെ ശിഷ്യന്മാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആകുവാൻ പാടില്ല. കർത്താവിന് തന്നെ ആയിരിക്കണം നമ്മുടെ സ്നേഹത്തിലും ഒന്നാം സ്ഥാനം. ഹൃദയം അവങ്കൽ ഏകാഗ്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വയ ഇച്ഛകൾക്ക് മരിച്ച് ദൈവഹിതപ്രകാരം ജീവിതത്തിൽ നിറവേറിക്കാണുവാൻ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുവാൻ വലിയ വില നാം കൊടുത്തേ മതിയാകും. വളരെ വേദന, വളരെ കണ്ണുനീർ, വളരെ അപമാനം ഇവയെല്ലാം ജീവിതപാതയിലുണ്ടാകും. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യേയും കർത്താവിനെ ഉന്നതനായി കണ്ട് ജീവിക്കുവാൻ ഇടയാകണം. ഈ നിലയിൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പിൻപറ്റുവാൻ മുൻപോട്ട് വരുന്നവർ ചുരുക്കമാണ്. ആ ചുരുക്കം പേരുടെ കൂട്ടത്തിൽ നമുക്കും ആയിത്തീരുവാൻ കഴിയും. ഈ ലോക ജീവിതത്തിൽ ഈ വില കൊടുക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാൻ കഴിയും. അതുമാത്രമല്ല, നാം ഒരു നാൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവിനായി ജീവിച്ചത് എത്ര വലിയ ഭാഗ്യമായി എന്ന് നാം അറിയും. വിജയം വൈകുമ്പോൾ നാം മുൻ ചിന്തിച്ച വ്യവസ്ഥകളൊക്കെ വളരെ താല്പര്യത്തോടെ അനുസരിക്കുവാൻ തയ്യാറായി മുൻപോട്ട് വരുന്ന വിശ്വാസികൾക്കും വിജയം ലഭിക്കുവാൻ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും. അതിനാൽ നിരാശപ്പെട്ടു പോകുന്ന പലരുമുണ്ട്. ഇത്ര നാളായി ഞാൻ ഈ പ്രമാണങ്ങളൊക്കെ അനുസരിച്ചിട്ടും യഥാർത്ഥ വിജയം അനേക തലത്തിൽ ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ കണ്ടേക്കാം. നാം ഒരു കാര്യം പ്രത്യേകം ഗ്രഹിക്കണം. ക്രിസ്തീയ ജീവിതത്തിലെ സമ്പൂർണ്ണ ജയം എന്നത് ഒരു രാത്രി കൊണ്ട് സാധിക്കുന്നതല്ല. ഓരോ വിശ്വാസിയും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വളർച്ച എന്നത് എപ്പോഴും സാവധാനത്തിൽ സംഭവിക്കുന്നതാണ്, ഉടനടി സംഭവിക്കുന്നതല്ല. അതുപോലെ ക്രിസ്തീയ ജീവിത വളർച്ചയും സാവധാനത്തിൽ സംഭവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ പരിപൂർണമായി നിറവേറുന്നതിന് മുൻപ് നമ്മുടെ സ്വന്തം ഹിതം കീഴടക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആദാമ്യ സന്തതിയായ നമ്മുടെ ജന്മത്തിൽ രൂഢമൂലമായിരിക്കുന്ന സ്വയേച്ഛകൾ കാലക്രമേണയാണ് പുറത്തു പോകുന്നത്. വളരെ നാൾ കൊണ്ടായിരിക്കാം ഓരോ ജീവിത തലങ്ങളെയും ദൈവാത്മാവ് നിയന്ത്രിക്കുന്ന അവസ്ഥ സംജാതമാകുന്നത്. നമ്മുടെ സ്വയം അതിനെതിരെ ശക്തമായി പോരാടുന്നു. എന്നാൽ ദൈവാത്മാവിന് നാം ഓരോ കാര്യത്തിലും മനഃപൂർവ്വമായി കീഴടങ്ങുന്നതിനാൽ വിജയം സാധ്യമാകുന്നു. നമ്മുടെ ബലഹീനതകളെ സംബന്ധിച്ച് ഓരോ കാര്യത്തിലും ദൈവസഹായം നേടുവാൻ ആരംഭിക്കുന്നതിനും കാലതാമസം നേരിടുന്നു. നാം നേരത്തെ പഠിച്ചതുപോലെ സ്വയശക്തിയിൽ ആശ്രയിച്ചിരുന്ന മോശ സ്വയത്തുള്ള ആശ്രയം മതിയാക്കി തന്നാൽ ജയം സാധ്യമല്ല എന്ന് ഗ്രഹിക്കുവാൻ 40 ദീർഘവർഷങ്ങളെടുത്തു. സൂത്രശാലിയായ യാക്കോബ് തൻ്റെ സൂത്രമെല്ലാം കളഞ്ഞ് ദൈവം മുമ്പാകെ അവൻ്റെ അനുഗ്രഹത്തിനായി കേണപേക്ഷിക്കുന്ന നാൾ വരുവാനും അനേക വർഷങ്ങളെടുത്തു. തൻ്റെ ശക്തിയിൽ സകലവും അർപ്പിച്ച് ജീവിച്ച പത്രോസ് താൻ ബലഹീനനാണെന്ന് കാണുവാൻ നാളുകൾ ഏറെ എടുത്തു. അതുപോലെ സ്വയം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും തൻ്റെ ബലഹീനത മനസ്സിലാക്കി ദൈവത്തിൽ പൂർണ്ണമായി ചാരുന്നതുവരെ ദൈവം കാത്തിരിക്കുന്നു. നാം ഈ നിലയിൽ എത്തുന്നതുവരെ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. നാം അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്നവരോ അതോ പൂർണ്ണ ദൈവഹിതം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരോ എന്ന് പരീക്ഷിച്ചറിയുവാൻ ദൈവം അല്പമായ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ നമുക്ക് തരും. അനേക വിശ്വാസികളും അതിൽ തൃപ്തി അടഞ്ഞ് കൂടുതലായുള്ളതിനായി മുന്നോട്ട് പോകാതിരിക്കുന്നു. എന്നാൽ കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും
നിറവേറി കാണണം. എനിക്കായി നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായി എനിക്ക് അനുഭവിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവർക്കാണ് യഥാർത്ഥ വിജയം ലഭിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അതുതന്നെയോ എന്ന് കാണുവാൻ ദൈവം അല്പമായ അനുഗ്രഹങ്ങൾ തരുമ്പോൾ എനിക്കിത് പോരാ, ഇനിയും വേണം എന്ന് അവനോട് നാം പറയണം. അങ്ങനെ പരിപൂർണ നന്മയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും നാം തൃപ്തി അടയുകയില്ല എന്ന് കാണുമ്പോൾ വിശ്വസിക്കുന്നവർക്കായി വ്യാപരിക്കുന്ന തൻ്റെ വലിയ വ്യാപാര ശക്തി അവൻ നമുക്കായി വ്യാപരിപ്പിക്കും. ദൈവകൃപയാൽ വിജയം നമുക്ക് സാധ്യമാകും. അത് താമസിക്കുന്നു എന്ന് തോന്നിയാലും ദൈവം പറഞ്ഞത് നിവർത്തിക്കും എന്ന് വിശ്വസിക്കുക. അവനായി കാത്തിരിക്കുക. നാം ആത്മാർത്ഥമായത് ആഗ്രഹിക്കുന്നുവെന്ന് ദൈവം കാണുമ്പോൾ അവൻ നമ്മെ സഹായിക്കും. ദൈവഭയം എന്ന ദൈവഭക്തി. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഒരുവൻ്റെ ക്രിസ്തീയ ജീവിത വിജയത്തിന് ദൈവഭയം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന ശലോമോൻ രാജാവ് പറയുന്നത് യഹോവാഭക്തി അല്ലെങ്കിൽ യഹോവയെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമെന്നാണ്. സദൃശവാക്യം 1:7. യഹോവാഭക്തി എന്നതും യഹോവയെ ഭയപ്പെടുക എന്ന് പറയുന്നതും ഒരേ കാര്യമായിട്ടാണ് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. യഹോവാഭക്തി എന്നതിന് ഫിയർ ഓഫ് ലോഡ് എന്നാണ് ഇംഗ്ലീഷിൽ ബൈബിളിൽ കാണുന്നത്. അതിനർത്ഥം യഹോവയെക്കുറിച്ചുള്ള ഭയം എന്നാണല്ലോ. യഹോവയെ ഭയപ്പെടുന്നവനെയാണ് ദൈവവചനം യഹോവാഭക്തൻ എന്ന് വിളിക്കുന്നത്. ദൈവമക്കളുടെ മധ്യേ തന്നെയും ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും പാടുന്നതും പ്രസംഗിക്കുന്നതും വിശ്വാസം പരസ്യമാക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് ദൈവഭക്തി എന്ന് മിക്കവരും ധരിക്കുന്നു. ദൈവഭക്തിയുള്ളവർ ഈ പറഞ്ഞവയൊക്കെ ചെയ്തേക്കാം എന്നുള്ളത് ശരിയാണെങ്കിലും പുറമേ കാണുന്ന ഇവയൊന്നും അതിൽ തന്നെ ദൈവഭക്തിയല്ല. യഥാർത്ഥ ദൈവഭയം ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെ ആർക്കും നടത്താവുന്നതാണ്. ജ്ഞാനിയാകുവാനുള്ള മാർഗം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് ദൈവവചനത്തിൽ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന സങ്കീർത്തനം 111:11 കാണും. സദൃശവാക്യം 9:10 പറയുന്നത് ശ്രദ്ധിക്കുക. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. സദൃശവാക്യം 15:33 ഇതേ കാര്യം ആവർത്തിച്ചിരിക്കുന്നു. ഇയ്യോബ് 28:28 പറയുന്നത് കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനമെന്നാണ്. യഹോവാഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭമെങ്കിൽ യഥാർത്ഥ ജ്ഞാനിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും ഒന്നാമതായി പഠിക്കേണ്ടത് യഹോവയെ ഭയപ്പെടുക എന്നതാണ്. ഒരു ഭാഷ പഠിക്കുവാൻ ആദ്യം പഠിക്കേണ്ടത് ആ ഭാഷയിലെ അക്ഷരമാലയാണ്. അതുമാത്രമല്ല, ആ ഭാഷ എപ്പോഴെല്ലാം ഉപയോഗിക്കണമോ അപ്പോഴെല്ലാം ആദ്യം പഠിച്ച അക്ഷരങ്ങൾ ആവശ്യമാണ്. ഇതുപോലെ തന്നെ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കുക എന്നത് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട അതിപ്രധാനമായ ഒന്നാണ്. ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആവശ്യമായി വരുന്ന ഒന്നുമാണ് യഹോവാഭക്തി. ഈ ആദിപാഠം പഠിക്കാതെ ആത്മീയ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നത് അക്ഷരം പഠിക്കാതെ ഭാഷ പഠിക്കുവാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ഇത് അസാധ്യമായ കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ആത്മീയമായി ബിരുദധാരികളെന്ന് തന്നെ മറ്റുള്ളവർക്ക് തോന്നുന്ന അനേക വിശ്വാസികളും ദൈവത്തെ ഭയപ്പെടുക എന്ന ആദിപാഠം പോലും പഠിക്കാത്തവരാണെന്ന വസ്തുത വളരെ ദുഃഖകരം തന്നെ. അതിനാലാണ് പലപ്പോഴും ഭയങ്കരമായ വീഴ്ചകളും പാളിച്ചകളും ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയാകുന്നത്. പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ അനേക പ്രാവശ്യം ദൈവത്തെ ഭയപ്പെടണമെന്ന് കൽപ്പന നാം കാണുന്നു. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണമെന്ന് ആവർത്തനം 6:13 നാം വായിക്കുന്നു. നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ എന്ന് യോശുവ 24:14 നാം വായിക്കുന്നു. യഹോവ തന്നെ നിങ്ങളുടെ ഭയവും ഭീതിയുമായിരിക്കട്ടെ എന്ന് യെശയ്യാവ് 8:13 പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2:17 ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന കൽപ്പന നാം കാണുന്നു. ദൈവം 10 കൽപ്പനകൾ കൊടുക്കുന്ന ഭാഗത്ത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവനിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് 20:20. ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവന് മാത്രമേ ദൈവകൽപ്പനകൾ പരിപൂർണമായി അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നതിനെക്കുറിച്ച് ആവർത്തനം 28:58 നാം വായിക്കുന്നു. 128 സങ്കീർത്തനം ആരംഭിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. മോശ മുഖാന്തരം നൽകപ്പെട്ട 10 കൽപ്പനകൾ തന്നെ പൂർണ്ണമായി അനുസരിക്കുവാൻ ദൈവത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്ന ഒരുവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. 10 കൽപ്പനകളിൽ ആദ്യത്തെ 9 കൽപ്പനകളും ബാഹ്യമായി ആചരിക്കപ്പെടേണ്ടവയായിരുന്നു. ഞാനല്ലാതെ എൻ്റെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ശബത്ത് ആചരിക്കാൻ, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇവയെല്ലാം പുറമേ അനുഷ്ഠിക്കപ്പെടേണ്ടവയും അനുഷ്ഠിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നവയുമാണ്. ഒരുവൻ മോഷ്ടിച്ചാൽ മോഷ്ടിക്കപ്പെട്ട വസ്തുവും നഷ്ടം സഹിക്കേണ്ടി വന്ന വ്യക്തിയും മോഷണത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. മോഷ്ടിക്കപ്പെട്ടവൻ പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ 10ാമത്തെ കൽപ്പന ആന്തരികമായ ഒന്നാണ്. മോഹിക്കരുത്. അത് ഹൃദയത്തിൽ നടക്കുന്ന കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് പറയപ്പെടുന്ന യഹോവാഭക്തി ഒന്നാമതായി ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്.
അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്നാണ് 51 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഒരുവൻ ഈ കൽപ്പന ലംഘിച്ച് മോഹിച്ചാൽ തന്നെ മറ്റൊരു മനുഷ്യനും അത് കാണുവാനോ മനസ്സിലാക്കുവാനോ പോകുന്നില്ല. മോഹിക്കുകയും അതേസമയം ദൈവഭക്തനെന്ന് പുറമേ നടിക്കുകയും ചെയ്യുവാൻ ഒരു പ്രയാസവുമില്ല. കൽപ്പനകൾ കൊടുത്ത ദൈവം അത് അനുഷ്ഠിക്കുന്നവരുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ഒരുവൻ മോഷ്ടിക്കാത്തതും വിഗ്രഹങ്ങളെ സേവിക്കാത്തതും ദൈവത്തെ ഭയപ്പെട്ടിട്ടാകണമെന്ന് നിർബന്ധമില്ല. മനുഷ്യനെ ഭയപ്പെടുന്ന ഒരുവനും അത് ചെയ്യുകയില്ല. എന്നാൽ ഒരുവൻ മോഹിക്കാതിരുന്നുവെങ്കിൽ, തൻ്റെ ഹൃദയത്തെയും വിചാരങ്ങളെയും വികാരങ്ങളെയും ശുദ്ധമായി കാക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുന്നുവെന്നാണ്. കാരണം അത് മറ്റാരും അറിയാതെ ദൈവം മാത്രം അറിയുന്നു. ജീവിതത്തിൻ്റെ ഒരു തലമാണ് ചിന്താരംഗം. മറ്റാരും കാണുവാനോ അറിയുവാനോ കഴിയാത്ത ജീവിതത്തിൻ്റെ രഹസ്യതലങ്ങളെ, ചിന്താജീവിതത്തെ ശുദ്ധമായി സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. അവനാണ് വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നത്. അവൻ തന്നെത്താൻ ശുദ്ധനായി സൂക്ഷിക്കുന്നത് മനുഷ്യനെ ഭയപ്പെടുന്നത് കൊണ്ടല്ല, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും കാണുന്ന ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നത് ഇതിനാൽ അറിയാം. മനുഷ്യന് മുൻപാകെ നാം ചെയ്യുവാൻ മടിക്കുന്ന കാര്യങ്ങൾ ദൈവം മാത്രം നമ്മെ കാണുമ്പോൾ നാം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ മാത്രം നാം ഭയപ്പെടുന്നു എന്നാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണം എടുക്കാം. ഞാൻ വീടിനകത്ത് ഭാര്യയോട് കോപിച്ച് ശബ്ദമുയർത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻവശത്തെ വാതിലിൽ ആരോ മുട്ടുന്നു എന്നിരിക്കട്ടെ, ആരോ വന്നിരിക്കുന്നു. ഉടനെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്ത, സഭയിലെ വിശ്വാസികൾ വല്ലവരുമാണോ വന്നത്, അതോ സഭാ ശുശ്രൂഷകനാണോ? ഞാൻ ഭാര്യയോട് കയർത്ത് സംസാരിച്ചത് അവർ കേട്ടോ? ഭയമാണുള്ളിൽ. ഞാൻ പറഞ്ഞത് അവർ കേട്ട് കാണുകയില്ലെന്ന് ചിന്തിച്ച് ഞാൻ ആശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ കൂടെ സദാസമയവും ഇരിക്കുന്ന കർത്താവ് ഞാൻ കോപിച്ച് സംസാരിച്ചതും ഭാര്യയോട് കയർത്തതും കാണുകയും കേൾക്കുകയും ചെയ്തതല്ലോ എന്നതിൽ വിഷമമില്ല. അതിൻ്റെ അർത്ഥം മനുഷ്യൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ്. ദൈവം എന്ത് വിചാരിക്കുന്നു എന്നത് ഞാൻ ചിന്തിക്കുന്നതേയില്ല. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കർത്താവേ, മനുഷ്യനെ ഞാൻ ഭയപ്പെടുന്നു, അവൻ്റെ അഭിപ്രായം എനിക്ക് പ്രധാനമാണ്. പക്ഷേ എന്നെ സദാസമയവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കർത്താവിനെ ഞാൻ ഭയപ്പെടുന്നില്ലല്ലോ. എന്നെക്കുറിച്ച് കർത്താവ് എന്ത് വിചാരിക്കുന്നു എന്നതിന് ഞാൻ പ്രാധാന്യം നൽകിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ച് കരഞ്ഞിട്ടുണ്ടോ? അങ്ങനെ യഥാർത്ഥമായി ദുഃഖിക്കുന്നവർ ആശ്വസിപ്പിക്കപ്പെടും. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ അവരെ ദൈവം സഹായിക്കും. ആത്മീയജീവിതത്തിലെ ഈ പ്രധാന പാഠം നാം പാലിക്കുന്നില്ലെങ്കിൽ യാതൊരു പുരോഗതിയും ആത്മീയമായി നമുക്കുണ്ടാകുകയില്ലെന്ന് ഓർക്കണം. കർത്താവെ, നിന്നെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.